ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബോട്ടിൻ്റെ റോക്സർ 12 എന്ന മോഡൽ വരുന്ന ഒരു ഹെഡ്സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, എന്നാലും ഒരു വീഡിയോക്ക് ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ച് പാക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ അൺബോക്സിങ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ബോട്ടിൻ്റെ റോക്സർ 412 എന്ന് പറഞ്ഞ ഒരു മോഡലാണ് വരുന്നത്. 40mm ഡ്രൈവറിൻ്റെ ബോട്ട് സിഗ്നേച്ചർ സൗണ്ട് ഒക്കെ വരുന്ന ഒരു ഹെഡ്സെറ്റാണ്. ഇപ്പോൾ ഇതിൽ ടോട്ടൽ 80 ഹവേഴ്സ് നിങ്ങൾക്ക് പ്ലേ ബാക്ക് കിട്ടും. 80 മണിക്കൂർ നിങ്ങൾക്ക് പ്ലേ ബാക്ക് കിട്ടും. ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സൊക്കെ നോക്കാം. ബീസ്റ്റ് മോഡ് ഉണ്ട്, 40 ms ലോ ലേറ്റൻസി, അഡാപ്റ്റീവ് ഫിറ്റ് ആണ്, ടൈപ്പ് സി ചാർജിങ് ഇൻ്റർഫേസ് ആണ്, അതുപോലെ ഈസി ആക്സസ് കൺട്രോൾ, ENX ടെക്നോളജി വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ്, അതേപോലെ IPX4 സ്പ്ലാഷ് ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോഡൽ കണ്ടില്ലേ, ബോട്ടിൻ്റെ 412 റോക്സർ 412 ആണ് ഇതിൻ്റെ മോഡൽ. ഇതിൻ്റെ പ്രൈസിൻ്റെ ഫസ്റ്റ് പറയാം, 1300 രൂപക്കാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ആമസോണിൽ നിന്ന്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അൺബോക്സ് ചെയ്യാം. പെട്ടി ഓപ്പണാക്കാം. ഇതുപോലെ ആയിരിക്കും വരാം. ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ എടുക്കുക, അതേപോലെ കവറൊക്കെ ചെയ്ത് വരും. ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. മാറ്റി വെക്കാം. ഇതിൻ്റെ അകത്ത് പിന്നെ എക്സ്ട്രാ ഒരു പെട്ടി വരുന്നുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ മാനുവലും അതുപോലെ എന്താ പറയുക ടൈപ്പ് സി ചാർജറും വരുന്നത്. അപ്പം ടൈപ്പ് സി ചാർജറാണ്, ടൈപ്പ് A to ടൈപ്പ് സി ചാർജറാണ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എത്തിച്ച് മാറ്റി വെക്കാം. പെട്ടിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ഓക്കെ, കവറാണ്. ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. ഇങ്ങനെ ഉണ്ടാവും കാണാൻ, കണ്ടില്ലേ, ഇതേപോലെ ഉണ്ടാവും കാണാൻ. സൈഡ് ഇവിടെ ബോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഫിറ്റ് തന്നെയാണ്. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്, ഇതുപോലെ ഉണ്ടാവും ഡിസൈന്. ഇത് ഇതേപോലെ ഇങ്ങനെ വെക്കാൻ പറ്റും. സൈസ് അഡ്ജസ്റ്റബിൾ ആണ്. പിൻ്റെ സൈസ് ഒരു 3 ലോക്ക് 3 കേട്ടോ, പിൻ്റെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, 3 ആണ്. അപ്പോൾ എനിക്കിടുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. അത്യാവശ്യം നല്ല ഫിറ്റ് തന്നെയാണ്, കൂൾ തന്നെയാണ്, നല്ല സംഭവം തന്നെയാണ്. അപ്പം ഇതുപോലെ തന്നെയാണ്. അത്യാവശ്യം ചെറിയ നോയ്സ് ക്യാൻസലേഷൻ ആണ്. ANC ഇല്ല, ENX ടെക്നോളജി ഉണ്ടെന്ന് പറയുന്നത്. ബട്ട് ANC ഇല്ല, എന്നാലും നിങ്ങൾക്ക് സൗണ്ട് പുറത്തുനിന്ന് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല ലുക്കാണ് ഇതിന് വരുന്നത്. പിന്നെ സൗണ്ട് ക്ലാരിറ്റി, ഞാൻ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. എന്താ പറയുക, വലിയൊരു സൗണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. 60% എന്താ പറയുക, ഒരു മീഡിയം സൗണ്ട്, അത്യാവശ്യം നല്ല കേൾക്കാൻ പറ്റുന്ന ഒരു രസമുള്ള സൗണ്ടാണ്. നിങ്ങൾ ബാക്കിയുള്ള ബോട്ടിൻ്റെ ഹെഡ്സെറ്റൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൗണ്ട് കുറച്ച് കുറവായിരിക്കും ഈ ഒരു മോഡലിന്. ബട്ട് സൗണ്ട് ഗുഡാണ്, നല്ലൊരു സൗണ്ടാണ്. നിങ്ങൾക്ക് സൗണ്ട് കൂട്ടി കഴിഞ്ഞാൽ നല്ല രീതിക്ക് കേൾക്കാനും പറ്റും. നല്ല ബോട്ട് സിഗ്നേച്ചർ സൗണ്ട് ആണല്ലോ. അപ്പം ബട്ട് ഈ ഒരു മോഡലിന് മാത്രം ബാക്കിയുള്ള ബോട്ട് ഹെഡ്സെറ്റ് കമ്പയർ ചെയ്യുമ്പോൾ സൗണ്ട് കുറച്ച് കുറവായിരിക്കും. ബട്ട് നല്ലൊരു സൗണ്ടാണ്. നിങ്ങളുടെ ചെവിക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൗണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൽ കിട്ടാൻ പോകുന്നത്. അപ്പം ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ് സ്റ്റീരിയോ ടൈപ്പ് ആണ്. ഇപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ലോഗോ ഒന്ന് എടുക്കാം. ഇതാണ് ഇതിൻ്റെ ലോഗോ. കണ്ടില്ലേ, ബോട്ട്. ഇത്ര ദിവസമായിട്ട് പറിക്കാണ്ട് വെച്ചേക്കാം വീഡിയോക്ക് വേണ്ടിയിട്ട്. ബോട്ട് കണ്ടില്ല, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇതും കൂടി പറിക്കാൻ. ബോട്ട് കണ്ടില്ലേ, ഇത് നല്ലൊരു സംഭവം തന്നെയാണ്. ഒരു അടിപൊളി ലുക്കൊക്കെ വരുന്ന, കണ്ടോ, നല്ലൊരു കംഫി കുഷ്യനൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഹെഡ്സെറ്റിൽ വരുന്നത്. ഒന്നുകൂടി പറയാം, 40mm ഡ്രൈവറാണ്, 40 ms ലേറ്റൻസി മോഡ് വരുന്നുണ്ട്, അതായത് ബീസ്റ്റ് മോഡ്. ഇതിൻ്റെ കൺട്രോൾ ബട്ടൺ ഇതാണ്. ഈ ഒരു ബട്ടൺ ഒരു ബട്ടൺ നെക്കിയാൽ ബീസ്റ്റ് മോഡ് ഓൺ ആവും. ഈ ഒരു നടുക്കുള്ളതാണ് പവർ ബട്ടൺ. ജസ്റ്റ് ഒരു 5 സെക്കൻഡ് നെക്കി പിടിച്ചാൽ പവർ ഓൺ ആവും. പിന്നെ ഇതിന് മൈക്ക് വരുന്നുണ്ട്. അടിപൊളി മൈക്ക് കേട്ടോ. ഞാൻ കോളൊക്കെ ചെയ്ത് നോക്കിയല്ല, കുറേ ടെസ്റ്റൊക്കെ നോക്കി. വാട്സപ്പിൽ വോയിസ് ആണെങ്കിലും നോർമൽ കോൾ ആണെങ്കിലും കിടിലം വോയിസ് ആണ്, ഓഡിയോ ആണ് കിട്ടുന്നത്. അതേപോലെ ടൈപ്പ് സി ചാർജിങ് ആണ്. 80 മണിക്കൂർ നിങ്ങൾക്ക് പ്ലേ ബാക്ക് കിട്ടും. ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി, ഇത്ര ദിവസമായിട്ടും പോലും ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് 3 ദിവസം 8 മണിക്കൂർ നിങ്ങൾക്ക് പ്ലേ ബാക്ക് ടൈം കിട്ടും. 60% നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ. ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട് പറയുന്നത് 60 to 65 ആ ഒരു വോളിയം റേഞ്ചിൽ നിങ്ങൾ വെക്കണം. കിടിലൻ സാധനമാണ്. ഇപ്പോൾ ഇത് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് ഞാൻ കുറേ മണിക്കൂർ യൂസൊക്കെ ചെയ്ത് നോക്കിയാണ്. പിന്നെ കുറേ നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെവിയിൽ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടാവില്ലേ, ഈ ഒരു ഭാഗത്ത് എനിക്ക് വേദന ആവുന്നുണ്ടായിരുന്നു. അത് വെച്ച് ബാക്കി നോക്കുകയാണെങ്കിൽ ചെവി കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇയർ ഡ്രമ്മിനോ അങ്ങനത്തെ കാര്യത്തിന് ഇയർ ഡ്രമ്മിനൊന്നും വേദന കാര്യങ്ങളൊന്നും വരുന്നില്ല. ബാക്കിയെല്ലാം നല്ല കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ലുക്കാണ് സംഭവം, കാണാൻ നല്ല ലുക്കാണ്. കണ്ടില്ലേ, നല്ല ലുക്കാണ് കാണാൻ. അപ്പം അത്യാവശ്യം നല്ല കുഷിയുമാണ്, എല്ലാം ആണ്. അപ്പം നമുക്ക് നല്ല എന്താ പറയുക, ഇടുമ്പം വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നല്ലൊരു കുഷി ഫീലാണ്, കുഷ്യനാണ്. കണ്ടോ,
എഡ്ജൊക്കെ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഒരു അടിപൊളി സാധനമാണ്, വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒന്നും കൂടി പറയാം, 1299 രൂപക്കാണ് ഞാൻ ആമസോണിൽ വാങ്ങിയിരിക്കുന്നത്. 80 മണിക്കൂർ പ്ലേ ബാക്ക്, 40 മില്ലിമീറ്റർ ഡ്രൈവർ, പിന്നെ അതുപോലെ തന്നെ പറയും പോലെ തന്നെ ബോട്ടിൻ്റെ സിഗ്നേച്ചർ സൗണ്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന. മൈക്ക് വരുന്നുണ്ട്, ENX ടെക്നോളജി ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും വീഡിയോ. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് വാങ്ങിയപ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് തോന്നി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് അത്യാവശ്യം അടിപൊളി സാധനം തന്നെയാണ്. ബീസ്റ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റൻസി കുറഞ്ഞ് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗെയിം കളിക്കാനും അത്യാവശ്യം അടിപൊളിയാണ്. ഞാൻ പക്ഷേ ഇതിൽ PUBG കളിച്ച് നോക്കി. PUBG കളിക്കുമ്പോൾ നിങ്ങൾക്ക് നോർമൽ ബീസ്റ്റ് മോഡിൽ ഇട്ടുമ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഓടി കേൾക്കാം. പക്ഷേ ഗെയിമിൽ മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്പീക്കർ വർക്ക് ആവുന്നില്ല. എന്താ കാരണം എന്നറിയില്ല. അത് വെച്ച് ബാക്കി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലാണെങ്കിലും ഗെയിം ആണെങ്കിലും കമ്പ്യൂട്ടറിൽ സിനിമ ആണെങ്കിലും ഒക്കെ അടിപൊളി തന്നെയാണ്. PUBG കളിക്കുമ്പോൾ മാത്രം ആ ഒരു പ്രശ്നം എനിക്ക് തോന്നി. എന്താ കാരണം എന്നറിയില്ല. ചിലപ്പം PUBGക്ക് മാത്രമായിരിക്കും പ്രശ്നം. അത് വെച്ച് അടിപൊളി മൈക്കാണ്, അടിപൊളി ബാറ്ററി ബാക്കപ്പ് ആണ്. കിടിലൻ സാധനമാണ്, കിടിലൻ പ്രൊഡക്റ്റാണ് ഈ ഒരു ബോട്ടിൻ്റെ റോക്സർ 412 എന്ന് പറയുന്ന മോഡലിൽ വരുന്ന ഈ ഒരു ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. ലിങ്ക് ഇത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്ക്, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇത്രയും വീഡിയോ. അപ്പം അടുത്തൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.